ദൃശ്യം 3 റിലീസായി, അത് OTT റിലീസായി. ഇപ്പോൾ പടം മാക്സിമം നല്ല ഊക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് ഓൾമോസ്റ്റ് തിയേറ്ററിൽ നല്ല കളക്ഷൻ കിട്ടിയൊരു സിനിമയാണ്, നല്ല ബോക്സ് ഓഫീസിലും നല്ല ഹിറ്റായിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഏറ്റവും മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഒരു സിനിമ എനിക്കൊരു ആവറേജായി തോന്നിയുള്ളൂ. അത് വേറെ കേസ്. ഞാൻ ഗംഭീരമാണെന്ന് ഒരിക്കലും പറയില്ല. ഒരു തവണ കാണാൻ പറ്റുന്നൊരു സിനിമ. 2, 1 അപേക്ഷിച്ച് ഇതൊരു ചെറിയൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഇനി ദൃശ്യം 3യുടെ അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താവുമെന്ന് അറിയാൻ പറ്റില്ല. ഹിന്ദി, കാരണം ഓൾമോസ്റ്റ് ഇവരാണ് ഇത് റൈറ്റ്സ് വാങ്ങിച്ചേക്കുന്നത്. കാരണം സെയിം സ്റ്റോറി ആയിരിക്കാനാണ് ചാൻസ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ദൃശ്യം 3 ആളുകൾ കാണാൻ ചാൻസ് ഉണ്ട്, നോർത്തിലെ സൈഡിലെ കുറേ പേര്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതുപോലത്തെ ഒരു OTT ഒരു നെഗറ്റീവ് പരിപാടി സ്പ്രെഡ് ആവുമ്പോൾ അത് 3യെ എങ്ങനെ ബാധിക്കുന്നറിയില്ല. ഹിന്ദി ഇനി സ്ക്രിപ്റ്റ് മാറ്റി നല്ലൊരു പൊളപ്പൻ പരിപാടിയാണ് അവർ ചെയ്തു വയ്ക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഉറപ്പായും ഹിറ്റാവും. കാരണം ഓൾമോസ്റ്റ് ദൃശ്യം ഫസ്റ്റും സെക്കൻഡും ഹിന്ദി വെർഷൻ തന്നെ അവിടെ ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ നോക്കാം എന്താവോ പടത്തിൻ്റെ ഒരു ഫ്യൂച്ചർ. അത് ഒക്ടോബർ സംതിങ് ആണ് റിലീസ് എന്ന് കേൾക്കുന്നത്. നമുക്ക് നോക്കാം, പടം വരട്ടെ. ഓക്കെ.